ഹായ് സ്റ്റുഡൻസ്, സർഫസ് കെമിസ്ട്രിയുടെ അവസാന ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡൽ സൊല്യൂഷനെ പറ്റിയാണ്. അതിന്റെ മെത്തേഡ്സ് ആണ് ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ്, അൾട്രാ ഫിൽട്രേഷൻ തുടങ്ങിയവ. നമുക്ക് സമയം കളയാതെ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സിനെ പ്യൂരിഫൈ ചെയ്യുന്നതിന് 3 മാർഗങ്ങളാണുള്ളത്. ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ്, അൾട്രാ ഫിൽട്രേഷൻ തുടങ്ങിയവയാണവ. There are 3 common methods used for purification of colloids: dialysis, electrodialysis and ultrafiltration. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടേമാണ് ഡയാലിസിസ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ബ്ലഡിന്റെ പ്യൂരിഫിക്കേഷൻ നടത്തുന്നത് കിഡ്നിയാണ്. നമുക്കറിയാം, ബ്ലഡ് എന്ന് പറയുന്ന ഒരു കൊളോയിഡാണ്. ആ കിഡ്നിക്ക് ശരിയായ രീതിയിൽ കിഡ്നി ഫങ്ഷൻ നടത്തിയില്ലെങ്കിൽ അവിടെ ബ്ലഡിന്റെ പ്യൂരിഫിക്കേഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല. അപ്പോഴാണ് കിഡ്നി പേഷ്യൻസ് ഡയാലിസിസിന് വിധേയമാകുന്നത്. നമുക്ക് എന്താണ് ഡയാലിസിസിലെ ടെക്നോളജി എന്ന് നോക്കാം. The process of separating the particles of colloid from those of crystalloid by means of diffusion through a suitable membrane. ഡയാലിസിസ് എന്ന് പറയുന്നത് കൊളോയിഡൽ സൊല്യൂഷനെ പ്യൂരിഫൈ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അവിടുത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, കൊളോയിഡൽ പാർട്ടിക്കിൾ cannot pass through a cellophane membrane while the ions of the electrolytes can pass through it. ഒരു സെല്ലോഫൈൻ മെമ്പറിലൂടെ കൊളോയിഡ്സിന് കടന്നു പോകാൻ സാധിക്കത്തില്ല. എന്നാൽ അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെല്ലാം ആ മെമ്പറൈനിലൂടെ കടന്നു പോകാൻ സാധിക്കും. അന്നേരം നമുക്ക് കൊളോയിഡിനെ പ്യൂരിഫൈ ചെയ്ത് കിട്ടും. ഇപ്പം നിങ്ങൾ ഇവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊളോയിഡൽ സൊല്യൂഷൻ്റെ കൂടെ ഇമ്പ്യൂരിറ്റി ഉണ്ടാകുന്നു. ഡയാലിസിസ് കഴിയുമ്പോൾ കൊളോയിഡൽ സൊല്യൂഷനകത്തെ ഇമ്പ്യൂരിറ്റി എല്ലാം അതിൻ്റെ ആ മെംബ്രെയിനിലൂടെ പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് നമുക്ക് ആ മെംബ്രെയിനകത്ത് നമുക്ക് കിട്ടുന്നത് കൊളോയിഡൽ സൊല്യൂഷൻ. അതായത് ഇപ്പം ബ്ലഡ് ആണെങ്കിൽ ബ്ലഡിന്റെ പ്യൂരിഫിക്കേഷൻ ആണെങ്കിൽ ബ്ലഡ് മാത്രം നമുക്ക് അകത്ത് കിട്ടുന്നു. ബാക്കി പുറത്തൂടെ ഇലക്ട്രോലൈറ്റ്സ്, ഇമ്പ്യൂരിറ്റീസ് എല്ലാം ആ മെംബ്രെയിനിലൂടെ പുറത്തേക്ക് പോകുന്നു. ഇതാണ് ഇതിന്റെ ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. The impurities slowly diffused out of the bag, leaving behind pure colloidal solution. നമ്മളിപ്പം പഠിക്കുന്നത് ഡയാലിസിസിനെ പറ്റിയാണ്. ഡയാലിസിസ് പ്രോസസ്സ് വളരെ സ്ലോ ആണ്. The process of dialysis is very slow. The process is speed up by application of electrical potential. കറണ്ട് കടത്തി വിടുമ്പോൾ നമുക്ക് അത് ഡയാലിസിസ് കൂടുതൽ എളുപ്പത്തിൽ നടത്താൻ സാധിക്കും. അങ്ങനെയുള്ള പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇലക്ട്രോ ഡയാലിസിസ്. ആർട്ടിഫിഷ്യൽ കിഡ്നി മെഷീൻ മേക്ക് യൂസ് ഓഫ് ഇലക്ട്രോ ഡയാലിസിസ്. ബ്ലഡിന്റെ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി മെഷീൻ. അടുത്ത മെത്തേഡാണ് അൾട്രാ ഫിൽട്രേഷൻ. കൊളോയിഡൽ പാർട്ടിക്കിളിനെ പ്യൂരിഫൈ ചെയ്യുന്നതിനുള്ള മെത്തേഡാണ് അൾട്രാ ഫിൽട്രേഷൻ. അൾട്രാ ഫിൽട്രേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഹൈ പ്രഷർ ഫിൽട്രേഷൻ ത്രൂ എ സെമി പെർമബിൾ മെംബ്രെയിൻ. ഒരു അൾട്രാ ഫിൽറ്റർ മെംബ്രെയിനകത്ത് കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ കൂടെ ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീസ് എല്ലാം അൾട്രാ ഫിൽറ്റർ പേപ്പറിലൂടെ നമുക്ക് അത് പുറത്തേക്ക് പോകുന്നു. എന്നാൽ കൊളോയിഡ്സ് അവിടെ അവശേഷിക്കുന്നു. ഇൻ വിച്ച് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ റിറ്റൈൻഡ് while the small sized solutes and the solvents are forced to move across the membrane by hydrostatic pressure forces. നമ്മളിവിടുത്തെ അൾട്രാഫിൽട്രേഷന്റെ തിയറിയാണ് കാണുന്നത്. അൾട്രാഫിൽട്രേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ഹൈ പ്രഷർ ഫിൽട്രേഷൻ ത്രൂ എ സെമി പെർമബിൾ മെംബ്രെയിൻ.
ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് കൊളോയിഡ്സിന്റെ പ്യൂരിഫിക്കേഷൻ ആണ്. അൾട്രാ ഫിൽട്രേഷൻ മെത്തേഡിലൂടെ കൊളോയിഡ് പ്യൂരിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇനി സാധാരണ ഫിൽട്ടർ പേപ്പർ ആണെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആ ഫിൽട്ടർ പേപ്പറിലൂടെ പാസ് ചെയ്തു അതിന് സുഷിരത്തിലൂടെ കടന്നു പോകുന്നു. എന്നാൽ ആ ഫിൽട്ടർ പേപ്പറിൽ നമുക്ക് അൾട്രാ ഫിൽട്ടർ പേപ്പർ ആക്കണം. നമ്മൾ പറയുകയാണ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ക്യാൻ പാസ് ത്രൂ ഓർഡിനറി ഫിൽട്ടർ പേപ്പർ ബിക്കോസ് ദ പോർസ് ആർ ടു ലാർജ്. നമ്മൾ കാണുകയാണ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ക്യാൻ പാസ് ത്രൂ ഓർഡിനറി ഫിൽട്ടർ പേപ്പർ ബിക്കോസ് ദ പോർസ് ആർ ടു ലാർജ്. ഇനി നമുക്ക് ഫിൽട്ടർ പേപ്പറിനെ അൾട്രാ ഫിൽട്ടർ പേപ്പർ ആക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. However, the pores of filter paper can be reduced in size by impregnating with a collodion solution. ഒരു കൊളോഡിയോൺ സൊല്യൂഷൻ ഫിൽറ്റർ പേപ്പറിനകത്തോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പോറസ്, അതിന്റെ സുഷിരങ്ങൾ ചെറുതാകുന്നു. കൊളോഡിയൽ സൊല്യൂഷൻ എന്താണ് നമുക്ക് നോക്കാം. 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലുലോസ് ഇൻ എ മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഈതർ ഇസ് കോൾഡ് കൊളോഡിയോൺ സൊല്യൂഷൻ. കൊളോഡിയൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്യുക, 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലുലോസ് ഇൻ എ മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഈതർ. ഒരു ഫിൽറ്റർ പേപ്പറിനകത്തോട്ട് ഈ കൊളോഡിയോൺ സൊല്യൂഷൻ മുക്കി വെക്കുമ്പോൾ അവിടുത്തെ ആ ഫിൽറ്റർ പേപ്പറിന്റെ പോറസ് അല്ലെങ്കിൽ അതിന്റെ സുഷിരങ്ങൾ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ഇൻ സൈസ്. അപ്പോൾ അതിലൂടെ നമ്മുടെ കൊളോയിഡ്സ് പാസ് ചെയ്ത് പോകത്തില്ല, കൊളോയിഡ്സ് അവിടെ റീറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കൊളോയിഡ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ സാധിക്കുന്നു. അൾട്രാ ഫിൽറ്റർ പേപ്പറിന്റെ പ്രിപ്പറേഷൻ നമ്മൾ പഠിക്കുന്നത്. ആൻഡ് അൾട്രാ ഫിൽറ്റർ പേപ്പർ മേ ബി പ്രിപ്പയർഡ് ബൈ സോക്കിംഗ് ദ ഫിൽറ്റർ പേപ്പർ ഇൻ എ കൊളോഡിയോൺ സൊല്യൂഷൻ. ഫിൽറ്റർ പേപ്പറിനെ അൾട്രാ ഫിൽറ്റർ പേപ്പർ ആക്കുന്നത് എങ്ങനെയാണ്? അതിനെ കൊളോഡിയോൺ സൊല്യൂഷനകത്ത് മുക്കി വെച്ചാൽ മതി. എന്താണ് കൊളോഡിയോൺ സൊല്യൂഷൻ? കൊളോഡിയോൺ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലുലോസ് ഇൻ എ മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഈതർ. ഓർത്തിരിക്കുക, അൾട്രാ ഫിൽട്രേഷനിലൂടെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കൊളോയിഡ്സിനെ പ്യൂരിഫൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ കണ്ടത്. നമ്മൾ പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് ആണ് പഠിച്ചത്. ഇനി അടുത്ത സെക്ഷനാണ് എമൽഷൻ. എന്താണ് എമൽഷൻ? എമൽഷൻ ഒരു കൊളോയിഡാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിൽക്ക്. നിങ്ങളുടെ മനസ്സിലോട്ട് വരണം, മിൽക്ക് എന്നുള്ളത് ഒരു എമൽഷനാണ്. എമൽഷൻ നമുക്കൊരു ഡെഫിനിഷൻ പഠിക്കാം. എമൽഷൻ ഈസ് എ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് two immiscible liquids in which the liquid act as dispersed phase as well as the dispersion medium. നമ്മൾ പഠിച്ചായിരുന്നു, കൊളോയിഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയവും ഉണ്ട്. ഏതിനകത്തെ പോലെ? സൊല്യൂഷനകത്ത് സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ഗീവ്സ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കൊളോയിഡിനകത്ത് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയം ഉണ്ട്. ഡിസ്പേഴ്സ്ഡ് ഫേസസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് അളവിലായിരിക്കും, ഡിസ്പെർഷൻ മീഡിയം ആയിരിക്കും കൂടുതൽ അളവിലുള്ളത്. ഇവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയത്തിന്റെയും സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ലിക്വിഡ് സ്റ്റേറ്റ് ആകുമ്പോൾ ആ കൊളോയിഡിന് പറയുന്ന പേരാണ് എമൽഷൻ. Emulsion is a colloidal solution of two immiscible liquids. Okay. The word emulsion comes from the Latin word meaning to milk. ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് എമൽഷൻ വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം ടു മിൽക്ക് എന്നാണ്. എമൽഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ്. There are two types of emulsion. Oil in water typeum, water in oil typeum. Oil in water type ന് എക്സാമ്പിൾ പറയാം. മിൽക്ക് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫാറ്റ് ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ.
ലിക്വിഡ് ഫാറ്റ് ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ ആണ് മിൽക്ക് എന്ന് പറയുന്നത്. അത് ഓയിൽ ഇൻ ഫാറ്റ് ആണ്, ഓയിൽ ഇൻ വാട്ടർ. അടുത്ത ടൈപ്പാണ് വാട്ടർ ഇൻ ഓയിൽ. വാട്ടർ ഇൻ ഓയിലിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബട്ടർ വാട്ടർ ഇൻ ഓയിലിന് എക്സാമ്പിൾ ആണ്. ഓർത്തിരിക്കുക, 2 ടൈപ്പ് എമൽഷൻ ഉണ്ട്. ഓയിൽ ഇൻ വാട്ടർ എക്സാമ്പിൾ ആദ്യം ഓർത്തിരിക്കുക, എക്സാമ്പിൾ ആണ് മിൽക്ക്. ഓയിൽ ഇൻ വാട്ടറിന് എക്സാമ്പിൾ മിൽക്ക്. വാട്ടർ ഇൻ ഓയിൽ ആണ് രണ്ടാമത്തെ ടൈപ്പ്, അതിന് എക്സാമ്പിൾ ആണ് ബട്ടർ. എമൽഷൻ ക്യാൻ എക്സിസ്റ്റ് ആസ് oil in water or water in oil of emulsion. The type of emulsion depends upon the properties of the dispersed phase and continuous phase. If the oil phase is dispersed in a continuous aqueous phase, the emulsion is known as oil in water. Oil in water. If the aqueous phase is the dispersed phase and the oil phase is the continuous phase, then it is known as water in oil. വാട്ടർ ഓയിൽ. ഇപ്പോൾ നമ്മൾ പഠിച്ചത് 2 ടൈപ്പ് എമൽഷൻ ഉണ്ട്, ഓയിൽ ഇൻ വാട്ടറും വാട്ടർ ഇൻ ഓയിലും. നിങ്ങൾ ആ എക്സാമ്പിൾ ഒന്ന് ഓർത്തിരിക്കുക. ഓയിൽ ഇൻ വാട്ടറിന് എക്സാമ്പിൾ ആണ് മിൽക്ക്, വാട്ടർ ഇൻ ഓയിലിന് എക്സാമ്പിൾ ആണ് ബട്ടർ. ഇത് എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്, അന്നേരം അതനുസരിച്ച് നിങ്ങൾ അത് ഓർത്ത് പഠിക്കുക. A substance that stabilizes an emulsion is called a emulsifier അല്ലെങ്കിൽ emulsifying agent എന്ന് പറയാം. ചില സബ്സ്റ്റൻസ് എമൽഷനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു, അതിനെയാണ് emulsifier അല്ലെങ്കിൽ emulsifying agent എന്ന് പറയുന്നത്. Soaps and detergents are used as emulsifiers അല്ലെങ്കിൽ emulsifying agents ആയിട്ട് സോപ്പും ഡിറ്റർജന്റും ഉപയോഗിക്കുന്നു. അതെങ്ങനെയാണ് സോപ്പിന്റെയും ഡിറ്റർജന്റിന്റെയും emulsifying ആക്ഷൻ എന്ന് നമുക്ക് നോക്കാം. They form an interfacial film between oily dirt and water. ഇപ്പം വെള്ളത്തിനകത്ത് നമ്മളൊരു അഴുക്ക് വരണ്ട തുണി ഇട്ടാൽ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ആ സോപ്പ് ആ ഓയിലി ഡേർട്ടിനെയും വാട്ടറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇന്റർഫേഷ്യൽ ഫിലിം ആകുന്നു. ദിസ് റെഡ്യൂസസ് ദ ഇന്റർഫേഷ്യൽ ടെൻഷൻ ബിറ്റ്വീൻ ഓയിൽ ആൻഡ് വാട്ടർ ആൻഡ് ദ ഓയിലി ഡേർട്ട് പാർട്ടിക്കിൾസ് ഗെറ്റ് ഡിസ്പ്ലേസ്ഡ് ഇൻ വാട്ടർ, ഫോമിങ് ആൻ എമൽഷൻ. നമ്മൾ തുണിയിലെ ആ ഓയിൽ പാർട്ടിനെ സോപ്പ് വെള്ളത്തിലേക്ക് കൊണ്ടുവരുന്നു, അതൊരു എമൽഷനായി മാറുന്നു. അതുകൊണ്ടാണ് എ സബ്സ്റ്റൻസ് ദാറ്റ് സ്റ്റെബിലൈസ് ആൻ എമൽഷൻ ഈസ് കോൾഡ് എമൽസിഫയർ അല്ലെങ്കിൽ എമൽസിഫയിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഇവിടെ സോപ്പും ഡിറ്റർജന്റും ഒക്കെ എന്താണ് എമൽസിഫയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. Thus the cloth gets cleaned. അന്നേരം വെള്ളത്തിൽ അഴുക്ക് വെള്ളത്തിലോട്ട് പോന്നു കഴിയുമ്പോൾ അതുകൊണ്ടാണ് തുണിയൊക്കെ നല്ലപോലെ ഊരിപ്പിഴിയണം എന്നൊക്കെ പറയുന്നത്. The principal emulsifying agents for oil in water type emulsions are proteins, gums, natural and synthetic soaps. Oil in water ടൈപ്പിന് സിന്തറ്റിക് സോപ്സ് ഒക്കെ എക്സാമ്പിൾ ആണ്. And for water in oil type emulsion, heavy metal, salt of fatty acid, long chain alcohols, lamp black, etc. എല്ലാം emulsifying agents ആണ്. Emulsions can be diluted with any amount of the dispersion medium. നിങ്ങൾക്കറിയാം പാലൊരു എമൽഷൻ ആണെന്ന് പറഞ്ഞല്ലേ. പാൽ എത്ര വേണേലും പാലും വെള്ളം ആക്കാം, വെള്ളം ഒഴിച്ചാൽ മതി, അതിനെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് പോകാം. ഓൺ ദ അതർ ഹാൻഡ് ദ ഡിസ്പേസ്ഡ് ലിക്വിഡ് വെൻ മിക്സ്ഡ് ഫോംസ് എ സെപ്പറേറ്റ് ലെയർ. ദ ഡ്രോപ്ലെറ്റ്സ് ഇൻ എമൽഷൻ ആർ ഓഫൻ നെഗറ്റീവ്ലി ചാർജ്, ക്യാൻ ബി പ്രിസിപ്പിറ്റേറ്റഡ് ബൈ ഇലക്ട്രോലൈറ്റ്സ്. കൊളോയിഡ്സിന് കൊയാഗുലേഷൻ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ എമൽഷനും എന്തുണ്ടാകുന്നുണ്ട്, പ്രിസിപ്പിറ്റേറ്റ് ആകുന്നു. അത് എങ്ങനെയായിരിക്കും, ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോലൈറ്റ്സ് അപ്ലൈ ചെയ്താൽ അത് പ്രിസിപ്പിറ്റേറ്റ് ആകുന്നു. ദേ ഓൾസോ ഷോ ബ്രൗണിയൻ മൂവ്മെന്റ് ആൻഡ് ടിൻഡൽ എഫക്ട്. എമൽഷൻസും ബ്രൗണിയൻ മൂവ്മെന്റും ടിൻഡൽ എഫക്റ്റും കാണിക്കുന്നു. നമ്മൾ പഠിച്ചതാണ് കൊളോയിഡ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് ബ്രൗണിയൻ മൂവ്മെന്റും ടിൻഡൽ എഫക്റ്റും. അതുപോലെ എമൽഷനും കാണിക്കുന്നു, ബ്രൗണിയൻ മൂവ്മെന്റും ടിൻഡൽ എഫക്റ്റും ഒക്കെ. എമൽഷൻ ക്യാൻ ബ്രോക്കൺ ഇൻ ടു കോൺസ്റ്റുവന്റ് ലിക്വിഡ് ബൈ ഹീറ്റിംഗ്, ഫ്രീസിംഗ്, സെൻട്രിഫ്യൂഗിങ് എക്സെട്ര. നിങ്ങൾക്കറിയാം, നമ്മൾ പാല്
നല്ല റൂം ടെമ്പറേച്ചർ ഒക്കെ കൂടുതലുള്ള സമയത്താണെങ്കിൽ, അതായത് വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കേടായി പോകും. നമ്മൾ അതിന് വേണ്ടിയിട്ട് കാച്ചി വെക്കുക എന്നൊക്കെ പറയും. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഹീറ്റ് കൂടുമ്പോൾ അവിടെ എമൽഷൻ ക്യാൻ ബി ബ്രോക്കൺ ഇൻ ടു കോൺസ്റ്റുവന്റ് ലിക്വിഡ്സ്, പാല് പിരിഞ്ഞു പോകാന്ന് പറയും. അത് അന്നേരം എമൽഷൻ അവിടെ ഹീറ്റിങ്ങും ഫ്രീസിങ്ങും സെൻട്രിഫ്യൂഗും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ എമൽഷൻ ക്യാൻ ബി ബ്രോക്കൺ ഇൻ ടു കോൺസ്റ്റുവന്റ് ലിക്വിഡ്സ്. ഓർത്തിരിക്കുക. നമ്മൾ കൊളോയിഡ്സിനെ പറ്റിയാണ് പഠിച്ചു കഴിഞ്ഞത്, പലതരത്തിലുള്ള കൊളോയിഡ്സ്. ഇനി എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്? കൊളോയിഡ്സിന്റെ അഡ്വാൻറ്റേജസ്, നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെയധികം അഡ്വാൻറ്റേജസ് ഉണ്ട് കൊളോയിഡ്സിന്. നമുക്കൊന്ന് പരിശോധിക്കാം. കൊളോയിഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇറ്റ് യൂസ്ഡ് ഇൻ മെഡിക്കൽ ഇൻഡസ്ട്രി. കൊളോയിഡൽ ഗോൾഡ്, ഫോർ എക്സാമ്പിൾ, ക്യാൻ ബി യൂസ്ഡ് ഇൻ മെഡിസിൻ ടു ക്യാരി ഡ്രഗ്സ്, ആന്റിബയോട്ടിക്സ്, ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി നോൺ റിയാക്റ്റീവ് ആൻഡ് നോൺ ടോക്സിക് ആണ്. നോൺ റിയാക്റ്റീവ് നോൺ ടോക്സിക് ആയതുകൊണ്ട് ഇത് മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കാം. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി മേക്ക് യൂസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ പ്രിപ്പറേഷൻ ഇൻ മെനി മെഡിസിൻ. എ വൈഡ് വെറൈറ്റി ഓഫ് മെഡിസിൻസ് ആർ എമൽഷൻസ്. എക്സാമ്പിൾ, കോഡ് ലിവർ ഓയിൽ. കോഡ് ലിവർ ഓയില് മീൻ ഗുളിക എന്നൊക്കെ പറയും, അതൊരു എക്സാമ്പിൾ ആണ്. Colloids allow the dispersion of normally insoluble material such as metallic, gold or fats. These can then be used more easily or absorbed more easily. അത് നമ്മുടെ നല്ലപോലെ അബ്സോർബ് ചെയ്യുന്നു. മെഡിക്കൽ ഫീൽഡില് ധാരാളമായി കൊളോയിഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് നീലാകാശം കണ്ടിട്ടുണ്ട് അല്ലേ? The sky is the empty space around Earth and such has no color. It appears blue due to the scattering of light by the colloidal dust particle present in air. ഇതാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ടിൻഡൽ എഫക്റ്റിന്റെ കാര്യം പറയുകയാണ്. നമ്മളൊന്ന് പ്രകൃതിയിലൊക്കെ ഒബ്സർവ് ചെയ്താൽ അവിടെ എല്ലാം കൊളോയിഡലിന്റെ വിശേഷണങ്ങളാണ് കാണുന്നത്. അതുപോലെ മലിനജലം, സീവേജ് വാട്ടർ കണ്ടെയ്ൻസ് പാർട്ടിക്കിൾസ് ഓഫ് ഡേർട്ട്, മഡ് എക്സെട്ര. ആ മലിനജലത്തെ നമുക്ക് അതിന്റെ മാലിന്യമൊക്കെ കഴുകിക്കളയാം. എങ്ങനെയാണ്? വിച്ച് ആർ കൊളോയിഡൽ ഇൻ നേച്ചർ ആൻഡ് ക്യാരി സം ഇലക്ട്രിക്കൽ ചാർജ്. ദീസ് പാർട്ടിക്കിൾ മേ ബി റിമൂവ്ഡ് ബൈ യൂസിംഗ് ദ ഫിനോമിനൻ ഓഫ് ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസിലൂടെ മലിനജലത്തെ നമുക്ക്, അതായത് ഓടവെള്ളത്തെയൊക്കെ ശുദ്ധവെള്ളമാക്കി മാറ്റാൻ സാധിക്കുന്നു. ഇതും നമുക്ക് കൊളോയിഡിന്റെ ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യാവുന്നതാണ്. In milk, the colloidal suspensions of the fat prevents the milk from being thick and allows for easy absorption of the nutrients. അതുപോലെ നമുക്ക് പാല് തൈരാക്കുന്ന അറിയാം. തൈര് എല്ലാവർക്കും ഇഷ്ടമാണ്, പാലും തൈരും ഒക്കെ. The sugar present in milk produces lactic acid on fermentation. മിൽക്കിനകത്ത് ഉള്ള ഷുഗർ ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കുന്നു. Ions produced by acid destroy the charge on the colloidal particle present in milk. മിൽക്ക് ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾ ആണ്. ഇങ്ങനത്തെ ലാക്റ്റിക് ആസിഡ് which then coagulate and separate as a curd. പാല് തൈരാകുന്നു. The sugar present in milk produces lactic acid on the colloidal particle present in milk which then coagulate and separate as a curd. ഓർത്തിരിക്കുക. Soap solution is colloidal in nature. It removes the dirt particles either by adsorption or by emulsifying the greasy matter sticking to the cloth. Emulsifying agent ആയിട്ടാണ് നമ്മൾ സോപ്പ് ആക്ട് ചെയ്യുന്നത്. അന്നേരം സോപ്പിന്റെ പ്രവർത്തനമാണ് നമ്മളിപ്പം പഠിച്ചത്. ലാർജ് നമ്പേഴ്സ് ഓഫ് ഫുഡ് പാർട്ടിക്കിൾസ് വിച്ച് വി യൂസ് ഇൻ അവർ ഡെയിലി ലൈഫ് ആർ കൊളോയിഡൽ ഇൻ നേച്ചർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആഹാര പദാർത്ഥങ്ങളാണ് ഐസ്ക്രീം, ബട്ടർ, മിൽക്ക്, അതെല്ലാം ഇഷ്ടം അല്ലെ? ഇതെല്ലാം ഇതാണ് കൊളോയിഡൽ പാർട്ടിക്കിൾ ആണ്, കൊളോയിഡ്സ് ആണ് അതെല്ലാം. ഇതിലെല്ലാം നമുക്ക് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്, കൊളോയിഡ്സിനെ. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോഗ്, മിസ്റ്റ് ഒക്കെ എന്താണ്? അതൊക്കെ കൊളോയിഡ്സ് ആണ്.
When a large mass of air containing dust particle is cooled below, the moisture from the air condenses on the surface of these particles, forming the fine droplets. ഇനി നമുക്ക് മഴ പെയ്യുന്നത് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കൊളോയിഡാണ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? Clouds are aerosols having small droplets of water suspended in air. On account of condensation in the upper atmosphere, the colloidal droplets of water grow bigger and bigger in size. It is till they come down in the form of rain. Sometimes the rainfall occurs when two oppositely charged cloud meet. നമുക്ക് മഴ പെയ്യുന്ന കാര്യമൊക്കെ പറയാണ്. ക്ലൗഡ് എന്താണ്? കൊളോയിഡ് ആണ്. ഇനി ഇവിടെ നമുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ റെയിനിങ്. ആർട്ടിഫിഷ്യൽ റെയിൻ. It is possible to cause artificial rain by throwing electric sand or spraying a soil carrying charge opposite to the one on the cloud from an aeroplane. ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണത്? അതെങ്ങനെയാണ് നടത്താവുന്നത്? ഇറ്റ് ഈസ് പോസിബിൾ ടു കോസ് ആർട്ടിഫിഷ്യൽ റെയിൻ ബൈ ത്രോയിങ് ഇലക്ട്രിക് സാൻഡ് ഓർ സ്പ്രേയിങ് എ സോൾ. ഒരു കൊളോയിഡ്, ഫോർ എക്സാമ്പിൾ സിൽവർ അയഡൈഡ് നമുക്ക് സ്പ്രേ ചെയ്യുവാണെങ്കിൽ, നമുക്ക് മേഘങ്ങളിൽ സ്പ്രേ ചെയ്യുവാണെങ്കിൽ ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ടാക്കാൻ സാധിക്കും. അന്നേരം അവിടെ പറയുകയാണ് സോൾ ക്യാരിങ് ചാർജ് ഓപ്പോസിറ്റ് ടു വൺ ഓൺ ക്ലൗഡ്. ക്ലൗഡിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം ആ സ്പ്രേ ചെയ്യുന്ന കൊളോയിഡ്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ റെയിൻ ഒക്കെ ഉണ്ടാക്കാം എന്നുള്ള ആ കാര്യമാണ്, കൊളോയിഡ്സിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഹൗ ക്ലൗഡ് സീഡിംഗ് വർക്ക്സ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് സിൽവർ അയഡൈഡ്. സിൽവർ അയഡൈഡ് ആണ് നമ്മുടെ കൊളോയിഡ്. സിൽവർ അയഡൈഡ് ഈസ് റിലീസ്ഡ് ബൈ എ പ്ലെയിൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സിൽവർ അയഡൈഡ് പാർട്ടിക്കിൾ റീച്ച് ദ ടാർഗറ്റഡ് ക്ലൗഡ്. ഏത് ക്ലൗഡിലാണോ ചെല്ലേണ്ടത് അവിടെ ചെല്ലുന്നു. മൂന്നാമത്തെ പ്രോസസ് എന്താണെന്ന് വെച്ചാൽ സിൽവർ അയഡൈഡ് എയ്ഡ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഐസ് ക്രിസ്റ്റൽ. സിൽവർ അയഡൈഡ് ഐസ് ക്രിസ്റ്റൽ ക്ലൗഡിൽ ചെന്നു, ക്ലൗഡിൽ ചെന്ന് അവിടെ പ്രവർത്തനം ആരംഭിച്ചു, ഐസ് ക്രിസ്റ്റൽ ആകുന്നു. നാലാമത്തെ പ്രോസസ് ആണ് heavy to remain in the air. Now too heavy to remain in the air, the ice crystal then fall, often melting on their way down to form rain. മഴയായിട്ട് താഴേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു. ഇതാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ റെയിനെ പറ്റി പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ക്ലൗഡിൽ കൊണ്ടുപോയി സിൽവർ അയഡൈഡ് ഒരു കൊളോയിഡ് ആണ്. രണ്ടും കൊളോയിഡ്സ് ആണ്. ആ കൊളോയിഡ്സ് ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കണം. അവിടെ കൊണ്ട് സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ടാകും. ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന കൊളോയിഡ്സിന്റെ ആപ്ലിക്കേഷനും അഡ്വാൻറ്റേജസ് ഒക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന വേറൊരു കൊളോയിഡാണ് ബ്ലഡ്. സർജറി ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ചിലത് കേട്ടിട്ടുണ്ട്, ബ്ലീഡിങ് നിൽക്കുന്നില്ല, ബ്ലീഡിങ് കൂടിയോണ്ട് രോഗി മരിച്ചു എന്നൊക്കെ അല്ലേ. അതിനൊക്കെ ഡോക്ടർമാര് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന് എങ്ങനെയാണ് ബ്ലീഡിങ് നിർത്തുന്നത്. ഞാനിവിടെ പറയാണ്, ബ്ലഡ് ഈസ് എ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ആൻ ആൽബുമിനോയിഡ് സബ്സ്റ്റൻസ്. ദ സ്റ്റെപ്റ്റിക് ആക്ഷൻ ഓഫ് ആലം ആൻഡ് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ഈസ് ഡ്യൂ ടു കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് ഫോമിങ് എ ക്ലോട്ട് വിച്ച് സ്റ്റോപ്പ് ഫർദർ ബ്ലീഡിങ്. ബ്ലഡിലോട്ട് നമ്മൾ ഫെറിക് ക്ലോറൈഡ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്കത് ഇവിടെ കൊയാഗുലേഷൻ നടന്ന ബ്ലീഡിങ് നിൽക്കുന്നു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ കൊളോയിഡ്സിന്റെ ആപ്ലിക്കേഷൻസ് ആണ്, കൊളോയിഡ്സിന്റെ അഡ്വാൻറ്റേജസ് ആണ് ഈ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ പ്രത്യേകം ഓർക്കാം. മെഡിക്കൽ ഫീൽഡിലൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പരിചയപ്പെട്ട ബ്ലഡിന്റെ കാര്യങ്ങൾ. അതുപോലെ അടുത്ത അഡ്വാൻറ്റേജ്, കൊളോയിഡ്സിന്റെ അഡ്വാൻറ്റേജ് ആണ് സോയിൽസ്. നിങ്ങൾക്കറിയാം, നല്ല വളക്കൂറുള്ള മണ്ണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നല്ല വളക്കൂറുള്ള മണ്ണിലേ ഉള്ളൂ നല്ല നല്ല ഉൽപാദനങ്ങൾ, കൃഷിയുടെയൊക്കെ ഉൽപാദനങ്ങൾ നടക്കത്തുള്ളൂ. Fertile soils are colloidal in nature. Fertile soils are colloidal ആണ്, in which human act as a protective colloid. On account of colloidal nature, soil absorb moisture and nourishing material. നല്ല വളക്കൂറുള്ള മണ്ണ് മോയ്സ്ചറിനെയും അതിന്റെ മിനറൽസിനെയൊക്കെ അബ്സോർബ് ചെയ്താണ് നമുക്ക് നല്ല ഫലങ്ങൾ നൽകുന്നത്, വിള നൽകുന്നത്. ഇതൊക്കെ എന്താണ്? കൊളോയിഡ്സ് ആണ്. കൊളോയിഡ്സ് നമ്മുടെ ചുറ്റുപാടും കാണുന്ന കൊളോയിഡ്സ് ആണ്. ഈ കാണുന്നതൊക്കെ വളക്കൂറുള്ള മണ്ണ്, ബ്ലഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതുപോലെ
നിങ്ങൾ കണ്ടിട്ടുണ്ട് ഡെൽറ്റ ഫോർമേഷൻ. ഡെൽറ്റ ഫോർമേഷൻ എങ്ങനെയാണ്? റിവർ വാട്ടറും കടലും കൂടെയൊക്കെ കൂടിച്ചേരുന്ന അഴിമുഖം അല്ലെ, കൂടിച്ചേരുന്ന സ്ഥലത്ത് നല്ലൊരു പുറ്റ് പോലെ ഉണ്ടാകുന്നു. അതാണ് ഡെൽറ്റ ഫോർമേഷൻ. എന്തായിരിക്കും കാരണം? നിങ്ങൾക്കറിയാം, കടൽ വെള്ളത്തിനകത്ത് ഇഷ്ടംപോലെ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. അതുപോലെ റിവർ വാട്ടറിനകത്ത് ഇഷ്ടംപോലെ കൊളോയിഡ്സ് ഉണ്ട്. ഏതൊക്കെയാ കൊളോയിഡ്സ്? ഈ ക്ലേ, അങ്ങനെയുള്ള മണ്ണ്, എക്കൽ മണ്ണ്, അങ്ങനെയുള്ള അതെല്ലാം കൂടെ, അതെല്ലാം എന്താണ്? കൊളോയിഡ്സ് ആണ്. ആ കൊളോയിഡ്സ് സീ വാട്ടറിനകത്തെ ഇലക്ട്രോലൈറ്റ്സുമായിട്ട് ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ഇതുണ്ടാകുന്നു, കൊയാഗുലേഷൻ നടന്ന ഒരു പുറ്റ് പോലെ ഉണ്ടാകുന്നു. അതിനാണ് ഡെൽറ്റ ഫോർമേഷൻ എന്ന് പറയുന്നത്. റിവർ വാട്ടർ കണ്ടെയ്ൻസ് ചാർജ്ഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഓഫ് ക്ലേ, സാൻഡ് ആൻഡ് മെനി അതർ മെറ്റീരിയൽസ്. Sea water is very big storehouse of variety of electrolytes dissolved in it. As soon as river water comes in contact with the sea water, coagulate the suspended colloidal particles. Coagulation നടക്കുന്നു. ഏതാണ്? റിവർ വാട്ടറിലെ കൊളോയിഡൽ പാർട്ടിക്കിളും സീ വാട്ടറിലെ ഇലക്ട്രോലൈറ്റ്സും കൂടെ കൂടി ചേർന്ന് അവിടെ പ്രിസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നു എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. വിച്ച് അൾട്ടിമേറ്റ്ലി സെറ്റിൽ ഡൗൺ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതാണ് അവർ രണ്ടും അഴിമുഖം അല്ലെങ്കിൽ രണ്ടും കൂടെ കോണ്ടാക്ട് ചെയ്യുന്ന ആ പ്ലേസിലാണ് ഇത് ഉണ്ടാകുന്നത്. ദസ് ലെവൽ ഓഫ് ദ റിവർ ബെഡ് റൈസ് നല്ലൊരു പുറ്റ് പോലെ ഉണ്ടാവുകയാണ്. ആസ് എ റിസൾട്ട് വാട്ടർ അഡോപ്റ്റ്സ് എ ഡിഫറെന്റ് കോഴ്സ് ആൻഡ് ഡെൽറ്റ ഈസ് ഫോംഡ് ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈംസ്. നിങ്ങൾക്ക് അതൊക്കെ ഒബ്സർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അന്നേരം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം, ഇതാണ് ഡെൽറ്റ ഫോർമേഷൻ. ഡെൽറ്റ ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസിനെയൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യാണ് ഡെൽറ്റ ഫോർമേഷനിലൂടെയൊക്കെ. നല്ല രസമാണ് ഈ ഡെൽറ്റ ഒക്കെ കാണാൻ. നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്താണ് ആപ്ലിക്കേഷൻസ്, കൊളോയിഡ്സിന്റെ ആപ്ലിക്കേഷൻസ് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾക്കറിയാം, വലിയ വലിയ സിറ്റീസിലൊക്കെ ധാരാളം ഫാക്ടറീസ് ഉണ്ട്. ആ ഫാക്ടറിയിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ പുക, മാലിന്യം നിറഞ്ഞ പുകയാണ് പുറത്തേക്ക് പോകുന്നത്. ഇതെല്ലാം കൂടെ ശ്വസിക്കുമ്പോൾ മനുഷ്യർക്കെല്ലാം പല വിധത്തിലുള്ള രോഗങ്ങൾ വരുന്നു. ഇതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, ഇതിനെ ഒന്ന് തടയണം. ഈ പുക ഇത് നമുക്ക് ശ്വസിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ അകത്തെ മാലിന്യത്തെ നമുക്ക് കളയുകയാണ്. നിങ്ങൾക്കറിയാം, സ്മോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോക്ക് എന്ന് പറഞ്ഞാൽ കാർബൺ പാർട്ടിക്കിൾ, സോളിഡ് കാർബൺ പാർട്ടിക്കിൾ ഡിസ്പേസ്ഡ് ഇൻ എയർ. അതായത് സ്മോക്ക് എന്ന് പറയുന്ന ഒരു കൊളോയിഡാണ്. ആ കൊളോയിഡിനെ നമ്മൾ കോയാഗുലേഷൻ നടത്തി അതിനെ വേറൊരു ഫോമിലേക്ക് ആക്കിയിട്ട് എയറിനെ മാത്രം പുറത്തേക്ക് വിടുവാണ്. ഇതിനെയാണ് പറയുന്നത് പ്രിസിപ്പിറ്റേഷൻ ഓഫ് സ്മോക്ക് എന്ന് പറയുന്നത്. പ്രിസിപ്പിറ്റേഷൻ കറണ്ട് കടത്തി വിട്ടാണെങ്കിൽ അതിനെ പറയുന്നത് ഇലക്ട്രോ പ്രിസിപ്പിറ്റേഷൻ ഓഫ് സ്മോക്ക്. സ്മോക്കിനെ സ്മോക്കിലെ കാർബൺ പാർട്ടിക്കിളിനെ പ്രിസിപ്പിറ്റേറ്റ് ആക്കി മാറ്റിയിട്ട് അതിന്റെ ഫ്യൂംസിനെ മാത്രം പുറത്തേക്ക് വിടുന്നു. ഗ്യാസസ് ഫ്രീ ഫ്രം കാർബൺ പാർട്ടിക്കിളിനെ മാത്രം പുറത്തേക്ക് വിടുന്ന പ്രോസസ്സാണ്. നമുക്കതൊന്ന് പരിശോധിക്കാം. ഇലക്ട്രോ പ്രിസിപ്പിറ്റേഷൻ ഓഫ് സ്മോക്ക് ഇതൊരു ആപ്ലിക്കേഷൻ ഓഫ് കൊളോയിഡ് ആണ്. കാരണം സ്മോക്ക് എന്ന് പറയുന്നത് എന്താണ്? കൊളോയിഡ്. ദ സ്മോക്ക് ഈസ് ലെഡ് ത്രൂ എ ചേംബർ കണ്ടെയ്നിങ് പ്ലേറ്റ്സ് ഹാവിംഗ് എ ചാർജ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ക്യാരിഡ് ബൈ സ്മോക്ക് പാർട്ടിക്കിൾസ്. The particles on coming in contact with this plate lose their charge and get precipitated. നമുക്കിവിടെ കാണാം, സ്മോക്ക് ഇതിലോട്ട് വരുന്നു, പ്രിസിപ്പിറ്റേറ്റിലേക്ക് വരുന്നു. ആ സ്മോക്ക് കടന്നു വരുമ്പോൾ അവിടെ ചാർജ് ഓപ്പോസിറ്റ് ടു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിൽ തട്ടുന്നു. ദ പാർട്ടിക്കിൾസ് on coming in contact with this plate lose their charge and get precipitated. The particles settle down on the floor of the chamber. നേരം സ്മോക്ക് കറുത്ത പൊടിയെല്ലാം താഴോട്ട് പോരുന്നു. The particles settle down on the floor of the chamber. The precipitator is called a Cottrell precipitator. Cottrell precipitator ആണ്. നേരം നമുക്ക് ഫാക്ടറിയിലെ പുകയൊന്നും ഇതൊന്നും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമല്ലാതെ ആക്കി തീർക്കുന്ന precipitate ആണ് Cottrell precipitator എന്ന് പറയുന്നത്. An electrostatic precipitator, ESP എന്ന് പറയും, is a filtration device that removes fine particles like dust and smoke from a flowing gas using the force of an induced electrostatic charge.
ഇത് കണ്ടുപിടിച്ചത് കോട്രൽ എന്ന സയന്റിസ്റ്റ് ആണ്. He was born on January 10, 1877 in California. കോട്രൽ ഒരു കാലിഫോർണിയക്കാരനായിരുന്നു. അദ്ദേഹമാണ് ഇത് കണ്ടുപിടിച്ചത്. ESP, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ. ഇറ്റ് ഈസ് എ ഫിൽട്രേഷൻ ഡിവൈസ് ആണ് ദാറ്റ് റിമൂവ്സ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾ. ഇപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കോട്രൽ പ്രസിപ്പിറ്റേറ്ററിന്റെ വേറൊരു ഫോമിനെയാണ്. കോട്രൽ സ്മോക്ക് പ്രസിപ്പിറ്റേറ്റർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ന്യൂട്രലൈസേഷൻ. ഇറ്റ് ന്യൂട്രലൈസ് ദ ചാർജ് ഓൺ ദ കാർബൺ പാർട്ടിക്കിൾസ്. സ്മോക്കിലെ കാർബൺ പാർട്ടിക്കിൾസിനെ പ്രസിപ്പിറ്റേറ്റ് ഔട്ട് ചെയ്ത് കാർബൺ പാർട്ടിക്കിൾസ് ഇല്ലാത്ത ഫ്യൂംസ്, അതിന് നല്ല വെള്ള കളറാണ് കേട്ടോ, ആ വെള്ള ഫ്യൂംസ്, വൈറ്റ് ഫ്യൂംസ് മാത്രം പുറത്തേക്ക് പോകുന്നു നമ്മുടെ കോട്രൽ പ്രസിപ്പിറ്റേറ്ററിലൂടെ. നല്ലൊരു ഡിവൈസ് ആണത്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആണ് പ്യൂരിഫിക്കേഷൻ ഡ്രിങ്കിങ് വാട്ടർ. നമുക്കറിയാം ശുദ്ധജലം കുടിക്കണം. അന്നേരം പ്യൂരിഫിക്കേഷൻ ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടി ആലം ഈസ് ആഡഡ് ടു ഇംപ്യൂർ വാട്ടർ ടു കൊയാഗുലേറ്റ് ദ സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ് ആൻഡ് മേക്ക് വാട്ടർ ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. ആലം എന്താണ്? ആലം എന്ന് പറഞ്ഞാൽ അലൂമിനിയം സൾഫേറ്റ് ആണ്. അലൂമിനിയം സൾഫേറ്റ് അത് ഇംപ്യൂർ വാട്ടറിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇറ്റ് റിയാക്ട് വിത്ത് ദ ബൈകാർബണേറ്റ്സ് ഓഫ് ആൽക്കലൈനിറ്റീസ് പ്രസന്റ് ഇൻ ദ വാട്ടർ ആൻഡ് ഫോംസ് പ്രസിപ്പിറ്റേറ്റ്. ആലം ഇട്ട് ഇംപ്യൂർ വാട്ടറിനെ ശുദ്ധീകരിക്കാം. ഇതും എന്തിന്റെ ആപ്ലിക്കേഷനാണ്? കൊളോയിഡ്സിന്റെ ആപ്ലിക്കേഷനാണ്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു മെഡിസിൻസ് ആപ്ലിക്കേഷൻ, കൊളോയിഡ്സിന്റെ ആപ്ലിക്കേഷൻ. മോസ്റ്റ് ഓഫ് ദ മെഡിസിൻസ് ആർ കൊളോയിഡൽ ഇൻ നേച്ചർ. Colloidal medicines are more effective because they have a larger surface area and are more easily absorbed. കൊളോയിഡ്സിന്റെ എന്തുകൊണ്ടാണ് കൊളോയിഡ്സ് മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ കൊളോയിഡ്സിന്റെ രണ്ട് പോയിന്റ്സ് ആണുള്ളത്. കൊളോയിഡ്സിന്റെ സർഫസ് ഏരിയ ലാർജർ ആണ്, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, അർജിറോൾ ഇസ് എ സിൽവർ സോൾ യൂസ്ഡ് ആൻഡ് ഐ ലോഷൻ. നമുക്ക് കണ്ണിലൊഴിക്കുന്ന ഒരു മരുന്നാണ് അർജിറോള് ഒരു കൊളോയിഡ് ആണ്, ഓർത്തിരിക്കുക. അതുപോലെ നമുക്ക് ഗ്യാസ്, വയറ്റിലൊക്കെ ഒരു ഇതൊക്കെ ഡിസോർഡർ ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ. ഇതൊക്കെ നല്ല മെഡിസിൻസ് ആണ്, കൊളോയിഡ്സ് ആണ്. ഇനി ടീച്ചർ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും ഉപയോഗിച്ചേക്കരുത്. നിങ്ങൾ ഡോക്ടേഴ്സിന്റെ കണ്ട് മാത്രമേ ഏത് മരുന്ന് ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. അടുത്ത ആപ്ലിക്കേഷനാണ് ടാനിങ്. നിങ്ങൾക്കറിയാം മൃഗങ്ങളുടെയൊക്കെ തൊലി നല്ലൊരു കൊളോയിഡാണ്. മൃഗങ്ങളുടെ തൊലി ഒരു കൊളോയിഡാണ്. ആനിമൽ ഹൈഡ്സ് ആർ കൊളോയിഡൽ ഇൻ നേച്ചർ. When a hide that has positively charged particle is soaked in tannin, that is chromium salt, which contains negatively charged particles, mutual coagulation take place. അതായത് മൃഗങ്ങളുടെ തൊലിക്ക് അത്ര കട്ടിയൊന്നുമില്ല. അന്നേരം നമുക്കത് പല തോൽ സഞ്ചി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ആ തോൽ സഞ്ചിയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ വേണം. അന്നേരം അതിനുവേണ്ടി ഈ ആനിമൽ ഹൈഡ്സ് ഹാസ് എ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ, അതുകൊണ്ട് അത് ടാനിൻ ക്രോമിയം സോൾട്ടിൽ മുക്കി വെക്കുന്നു. വിച്ച് കണ്ടെയ്ൻസ് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ്. അന്നേരം അവിടെ കൊയാഗുലേഷൻ നടക്കുന്നു. കൊയാഗുലേഷൻ നടക്കുമ്പോൾ ഇതിന്റെ ഫലമായിട്ട് ലെതർ നല്ല കട്ടിയാകുന്നു. തൊലി നല്ല ആനിമലിന്റെ തൊലി എന്ന് പറയുന്നത് നല്ല കട്ടിയാകുന്നു. ദിസ് പ്രോസസ് ഈസ് ടേംഡ് ആസ് ടാനിങ്. ഇതാണ് ടാനിങ് എന്ന പ്രോസസ്സാണ് നമ്മൾ കണ്ടത്. എന്താണ് ടാനിങ്? ആനിമൽ ഹൈഡ്സ് ആർ കൊളോയിഡൽ. These hides, when a hide that has positively charged particles is soaked in tannin, chromium salt, which contains negatively charged particles, mutual coagulation take place. This result in hardening of leather. തോൽ ഉറക്കിടുക എന്നൊക്കെ പറയുന്നത്. This process is termed as a tanning. Okay? ലെതറിന് വളരെയധികം ഉപയോഗങ്ങളുള്ളതാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. അടുത്ത ആപ്ലിക്കേഷനാണ് കൊളോയിഡിന്റെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ് ആൻഡ് ഫിലിംസ്. പണ്ടത്തെ കാലത്തൊക്കെ ആയിരുന്നു നിങ്ങൾ ഈ കാണുന്ന ഫിലിം
ഉള്ളത്. ഇപ്പോഴെല്ലാം ഡിജിറ്റൽ ക്യാമറ ഒക്കെയാണ്. അന്നത്തെ ഈ ഫിലിമില് സിൽവർ ബ്രോമൈഡ് ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സിൽവർ ബ്രോമൈഡ്, കൊളോയിഡ് ആയിട്ടുള്ള സിൽവർ ബ്രോമൈഡ് കോട്ട് ചെയ്യും. Photographic plates and films are prepared by coating an emulsion of the light sensitive silver bromide. ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ട് സിൽവർ ബ്രോമൈഡ് കോട്ട് ചെയ്ത് ആണ് അവിടെ ഈ ഫിലിംസ് ഒക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഓർത്തിരിക്കുക, ഇതൊക്കെ കൊളോയിഡ്സിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. അതുപോലെ റബ്ബർ ഇൻഡസ്ട്രിയിലും ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, റബ്ബർ പാലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ലാറ്റക്സ് ഈസ് എ colloidal solution of rubber particles which are negatively charged. Rubber is obtained by coagulation of latex. Coagulation of latex മുഖാന്തരമാണ് നമുക്ക് റബ്ബർ ഇൻഡസ്ട്രിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓർത്തിരിക്കുക. Lattice is a stable dispersion of polymer microparticles in an aqueous medium. It is found in nature. Lattice as found in nature is a milky fluid found in 10% of all flowering plants. Okay, റബ്ബർ ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ്, കൊളോയിഡ്സിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പെയിന്റ്സ്, ഇങ്ക്സ്, സിന്തറ്റിക് പ്ലാസ്റ്റിക്, റബ്ബർ, സിമെന്റ്, ഗ്രാഫൈറ്റ്, ലൂബ്രിക്കൻസ് ഓർ ഓൾ കൊളോയിഡ്സ്. എന്തെല്ലാം ഉപയോഗങ്ങളാ അല്ലേ? പെയിന്റ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള നമ്മൾ ഈ പടത്തിൽ കാണുന്ന പ്രൊഡക്ട്സുകളെല്ലാം എന്താണ്? കൊളോയിഡ്സ് ആണ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആണ്. ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് ആൻഡ് ഡിറ്റർജൻസ് കൊളോയിഡ്സിന്റെ ആപ്ലിക്കേഷൻ ആണ്. മോസ്റ്റ് ഓഫ് ദി ഡർട്ട് ഈസ് ഓയിലി ഇൻ നേച്ചർ ആൻഡ് ഓയിൽ ഡസ് നോട്ട് ഡിസോൾവ്സ് ഇൻ വാട്ടർ. നിങ്ങൾക്കറിയാം, ഒരു അഴുക്ക് പുരണ്ട, അതായത് മെഴുക്ക് ഓയിൽ പിടിച്ച ഒരു തുണി നമുക്ക് വെറുതെ വെള്ളത്തിലിട്ട് കഴുകിയാൽ അത് ശരിയായിട്ട് ക്ലീൻ ആകത്തില്ല. നമുക്ക് അതിനുവേണ്ടി ശരിയായിട്ട് പ്രോപ്പർ ക്ലീനിങ് നടക്കണമെങ്കിൽ നമുക്ക് സോപ്പോ ഡിറ്റർജന്റോ ഉപയോഗിക്കേണ്ടി വരും. അതെല്ലാം ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് ആൻഡ് ഡിറ്റർജൻസ് എല്ലാം ആപ്ലിക്കേഷൻ ഓഫ് കൊളോയിഡ് ആണ്. ദ മോളിക്യൂൾസ് ഓഫ് സോപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് sodium or potassium salts of long chain carboxylic acid. In the case of soap, the carbon chain dissolves in oil and the ionic end dissolves in water. Soap ഒരു emulsifying agent ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നു. ഓയിലിനെയും വെള്ളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഫിലിമായിട്ട് സോപ്പ് ആക്ട് ചെയ്യുന്നു. അവസാനം ഓയിലിനെ വെള്ളത്തിലേക്ക് സോപ്പ് കൊണ്ടുവരുന്നു. എന്നിട്ട് നമുക്കത് ഊരിപ്പിഴിഞ്ഞ് നമുക്കത് ക്ലെൻസിങ് ആക്ഷൻ ആവും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്, എമൽഷൻസ്, ആപ്ലിക്കേഷൻസ്. നമ്മുടെ ചുറ്റുപാടും കൊളോയിഡ്സിന്റെ ധാരാളം, നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ ധാരാളം ആപ്ലിക്കേഷൻസ് കാണാം. അതിനെപ്പറ്റിയൊക്കെ കണ്ടു. അന്നേരം നിങ്ങൾ ഇനിയും ഒബ്സർവ് ചെയ്യണം, എന്തൊക്കെയാണ് നിങ്ങളുടെ ചുറ്റും ഉള്ള ആ കൊളോയിഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. നമ്മൾ പ്രകൃതിയിൽ നിന്നാണ് എല്ലാം പഠിക്കുന്നത്. അന്നേരം കൊളോയിഡ്സിന്റെ ഡെഫിനിഷൻസും എല്ലാം ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും നേരം ക്ലാസ് ശ്രദ്ധിച്ചതിന് താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.